പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജെറ്റ് ഗേബിളിനെ മാത്രം വൈറ്റ് സിക്സ് എന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചും കോഡി റോഡ്സ്, സോളോ സിക്കോവ തുടങ്ങിയവരുടെ മത്സരത്തെ സംബന്ധിച്ചും നമുക്കിപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ജെറ്റ് ഗേബിളിനെ ആക്രമിച്ചുകൊണ്ട് വൈറ്റ് സിക്സ് നടത്തിയ ആ ഒരു ഡെബ്യൂവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. വൈറ്റ് സിക്സ് ബാക്ക് സ്റ്റേജിൽ നടത്തിയ ആക്രമണത്തിൽ നമുക്ക് കറക്റ്റ് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിച്ച ഏക റെസ്ലർ ഉണ്ടെങ്കിൽ അത് ജെറ്റ് ഗേബിളിനെ മാത്രമാണ്. മറ്റ് റെസ്ലേഴ്സ് ഉണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള കുറേയധികം അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിലവിൽ PW ഇൻസൈഡർ പുറത്തേക്ക് വിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജെറ്റ് ഗേബിൾ മാത്രമാണ് അവിടെ ഒരു റെസ്ലറായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരെയും അവർ ആ ഒരു സ്പോട്ട് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന സ്റ്റാഫുകൾ മാത്രമാണ്. ജെറ്റ് ഗേബിൾ അല്ലാതെ മറ്റൊരു റെസ്ലറിനെയും വൈറ്റ് സിക്സ് ആക്രമിച്ചിട്ടില്ല. അപ്പോൾ വൈറ്റ് സിക്സിൻ്റെ ആദ്യ സ്റ്റോറി അല്ലെങ്കിൽ വൈറ്റ് സിക്സിൻ്റെ ഡെബ്യൂ നടത്തിയിരിക്കുന്നത് ജെറ്റ് ഗേബിളിനെ മാത്രം ആക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ജെറ്റ് ഗേബിളിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഓൾറെഡി ഈ ഒരു ആക്രമണത്തിന് മുൻപ് ജെറ്റ് ഗേബിളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മണി ഇൻ ദ ബാങ്കിലെ മെൻസ് ലാഡർ മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫയർ മത്സരം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറ്റ് ഗേബിൾ വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരം. ആ മത്സരത്തിൽ നിന്ന് ഇപ്പോൾ ജെറ്റ് ഗേബിളിനെ മാറ്റിക്കൊണ്ട് ഇല്യ ഡ്രാഗ്നോവിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെറ്റ് ഗേബിൾ ഇനി കുറച്ച് കാലത്തേക്ക് WWE ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ജെറ്റ് ഗേബിൾ തിരികെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന റൂമർ. അപ്പോൾ വൈറ്റ് സിക്സ് എന്ന് പറയുന്ന റെസ്ലേഴ്സിൻ്റെ ഒരു ആക്രമണം അതിൻ്റെ ഫീൻഡിൻ്റെ ഒരു ഫ്യൂഡ് കഴിയുന്നതിന് ശേഷം ഫീൻഡ് ഫ്യൂഡ് ചെയ്തിരുന്ന റെസ്ലേഴ്സിലെ ക്യാരക്ടറിന് വ്യത്യാസം പോലെ ഇവിടെ വൈറ്റ് സിക്സിനെതിരെ പോകുന്ന റെസ്ലേഴ്സിൻ്റെ ക്യാരക്ടറിലും വ്യത്യാസം വരും. അപ്പോൾ ആ ഫീൻഡ് അല്ലെങ്കിൽ ബ്രേവേറ്റ് പറഞ്ഞു നിർത്തിയ എന്തൊക്കെ സ്റ്റോറി ലൈൻ കണക്ഷനാണ് അത് തന്നെയാണ് വൈറ്റ് സിക്സ് എന്ന ഈ ഒരു ഫാക്ഷനും ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ജെറ്റ് ഗേബിളിൻ്റെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് താരത്തിന് വലിയൊരു വ്യത്യാസം കൊടുക്കണം. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് സിക്സ് എന്ന് പറയുന്ന ഫാക്ഷൻ ആദ്യം ജെറ്റ് ഗേബിളിനെ ആക്രമിച്ചത്. അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. ഈ വൈറ്റ് സിക്സിൻ്റെ ഡെബ്യൂവിനോട് അനുബന്ധിച്ച് ഒരു QR കോഡൊക്കെ നമുക്ക് മാസങ്ങൾക്ക് മുൻപേ കാണാൻ സാധിച്ചിരുന്നു. ആ QR കോഡുകളിൽ അവർ ജെറ്റ് ഗേബിളിനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് ഇൻഡയറക്റ്റായി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കത് ജെറ്റ് ഗേബിളിനെ ആണ് ആക്രമിക്കാൻ അവർ അന്ന് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് ഈ ഒരു ആക്രമണം കണ്ടതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഡീകോഡ് ചെയ്ത് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ അവർ മുൻപേ നമുക്കിങ്ങനെ സൂചന തന്നിരുന്നു, പക്ഷേ നമുക്ക് ആർക്കും അത് ജെറ്റ് ഗേബിളിനെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് ഒരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവർക്ക് മികച്ച രീതിയിൽ ആ ഒരു QR കോഡുകളിലൂടെ ഹൈപ്പ് സൃഷ്ടിക്കാൻ സാധിച്ചു. അതിലൂടെ മികച്ച ഒരു ഡെബ്യൂവും കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ജെറ്റ് ഗേബിളിനെ വൈറ്റ് സിക്സ് ആക്രമിച്ചത് എന്നാണ് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റോമൻ റീൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ചും കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരത്തിൻ്റെ നിലവിൽ പുറത്തേക്ക് വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള ഒരു ഫ്യൂഡ് ആരംഭിക്കുന്നതിൻ്റെ സൂചന നൽകിയത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൽ കോഡി AJയെ ഐക്വിറ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വന്ന് ആക്രമിക്കുന്നതിലൂടെയാണ്. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം സമ്മർ സ്ലാം 2024 പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് മണി ഇൻ ദ ബാങ്ക് ആണ്. അതിലല്ല, സമ്മർ സ്ലാമിലായിരിക്കുമെന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയുന്നില്ല. റെസ്ലിംഗ് ഒബ്സർവറുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ ചില തെറ്റുകളൊക്കെ വരാറുണ്ട്. എന്തായാലും നമുക്കിത് ഒറ്റയടിക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. അതുപോലെ തന്നെ ഈ സമ്മർ സ്ലാമിൽ സോളോ സിക്കോവയും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവ് നമുക്കതിന് മുൻപ് വരെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ സമ്മർ സ്ലാമിലായിരിക്കും റോമൻ റീൻസിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുക. സമ്മർ സ്ലാമിൽ റോമൻ റീൻസ് റിട്ടേൺ ചെയ്ത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും റോമൻ റീൻസിൻ്റെ കാണാൻ സാധിക്കുക. പക്ഷേ സമ്മർ സ്ലാമിൽ റോമൻ റീൻസിന് മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളൊരു റൂമറും റോമൻ റീൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റും അതൊക്കെ നമുക്ക് മാസങ്ങൾക്ക് മുൻപേ കേൾക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ റെസ്ലിംഗ് ഒബ്സർവറുടെ ഈ ഒരു റിപ്പോർട്ട് അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല, തള്ളിക്കളയാനും സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇപ്പോൾ സോളോ സിക്കോവയെ സംബന്ധിച്ചും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചും ഇപ്പോൾ ലേറ്റസ്റ്റായി ലഭിച്ചിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്, സിക്കോവ എന്ന ഒരു
ടെയിൽ എൻഡ് കൊടുത്തുകൊണ്ട് ഒരു പുതിയൊരു റിംഗ് നെയിം കൂടി WWE ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ട്രേഡ് മാർക്ക് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ സിസർ സിക്കോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് അവർ പുതുതായി ഇപ്പോൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം സോളോ സിക്കോവയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സോളോ സിക്കോവയുടെ കൂടെ നിൽക്കാൻ പോകുന്ന ഒരു ബ്ലഡ് ലൈനിലെ പുതിയൊരു മെമ്പർ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെമ്പർ ആരാണെന്നൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ ബ്ലഡ് ലൈനിലേക്ക് ഇത്തരത്തിൽ അവർ ട്രേഡ് മാർക്ക് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ 2 പുതിയ മെമ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടോള ടോങ്ക എന്നുള്ള ഒരു പേര് അവർ ട്രേഡ് മാർക്ക് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാ സിസർ സിക്കോവ എന്നുള്ള ഒരു പേരും ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ബ്ലഡ് ലൈനെ സംബന്ധിച്ച് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡുകൾ വളരെ നിർണായകമാണ്. നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നിങ്ങൾ ഈ ഒരു വീഡിയോ എപ്പോഴാണ് കാണുന്നത് എന്നറിയില്ല. ഈ ഒരു വീഡിയോ വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സും സോളോ സിക്കോവയും അവർ തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ മത്സരം എന്ന് നടക്കുമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നിങ്ങളിത് ശനിയാഴ്ചയാണ് നടക്കുന്ന ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരം മണി ഇൻ ദ ബാങ്കിലേക്കും കൺഫേം ചെയ്തിട്ടുണ്ടാകാം. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. റസ്ലിംഗ് ഒബ്സർവറുടെ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. അത് 100% നമുക്ക് വിശ്വസിക്കാനോ തള്ളിക്കളയാനോ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിലായിരിക്കും നടക്കുക എന്നുള്ളൊരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.